ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്താണ് ഈ കോലത്തിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്, രാവിലെ കുളിച്ച് റെഡിയായി നിന്നൂടെ എന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ട്. എനിക്ക് തന്നെ അറിയാം. പലരും എന്നോട് കമൻസ് ഇട്ടിട്ടുണ്ട്, കുറച്ചുകൂടി മെന വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പല കമൻസിലൂടെയും അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലിയും പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. കുറച്ചുകൂടി നന്നാക്കണം, നീ കാണിച്ചു വെച്ചേക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അവരോടെല്ലാം പറയുകയാണ്, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. പിന്നെ ഒരു പാഷൻ പോലെയായിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ണിന് കുളിർമയില്ലെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്തേക്കുക, കാണണ്ട. പിന്നെ ഇതിൻ്റെ ഈ ഓരോ തിരക്ക് ഞാനിപ്പം ഫ്രീ ആയിട്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ അമ്മയുടെയും അച്ഛൻ്റെയും ചിലവിൽ നിൽക്കുന്ന ഒരു കുട്ടിയല്ല. ഇപ്പോൾ നമ്മൾ വിവാഹമൊക്കെ കഴിഞ്ഞു, വേറൊരു വീട്ടിൽ വന്നു, കുഞ്ഞായി, ഹസ്ബൻഡ്, വീട്ടുകാർ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ പരിമിതികളുണ്ട്. എന്നും രാവിലെ കുളിച്ചൊരുങ്ങി റെഡിയായി ഫോണും പിടിച്ച് നടക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള നിമിഷങ്ങൾ നമ്മളെങ്ങനെയും ഫോണിൽ ആക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് റെഡിയായിട്ടും നല്ല ഗെറ്റപ്പിലും ഒന്നും വന്ന് നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം, ഒരു സ്പേസൊന്നും ഇല്ല എങ്ങും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പം പിന്നെ വേറൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ആശുപത്രി വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു. ഉണ്ണിക്ക് കുറേ ദിവസമായിട്ട് എന്നെ അന്വേഷിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ലൈവൊക്കെ ഒരാഴ്ചയോളം ചെയ്യാതിരുന്നു. വീഡിയോസ് ആയാലും ഒന്നും കാണാതായപ്പോൾ തന്നെ പലരും തിരക്കി, എന്താ പറ്റി, എന്താ കാണാത്തതെന്നൊക്കെ ചോദിച്ച് എല്ലാവരും തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടാണ് വീഡിയോ. കുഞ്ഞിന് നല്ല പനിയായി, യൂറിനറി ഇൻഫെക്ഷനായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അങ്ങനെ ഒരാഴ്ച അങ്ങോട്ട് പോയി. ഇപ്പോഴത്തെ പനി അറിയാലോ, പനി, ചുമ, ഇവിടെ അച്ഛനായാലും അമ്മയ്ക്കായാലും ആർക്കും. എനിക്ക് തന്നെ ഇപ്പോൾ ഒരു ജലദോഷമാണ്. പിന്നെ ഇന്നിപ്പോൾ ഏട്ടന് ജലദോഷം പിടിച്ചിട്ടുണ്ട്. ഉണ്ണിയെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം അച്ഛനെ ട്രിപ്പിടാനല്ല, ആൻറ്റിബയോട്ടിക് കയറ്റാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആകെപ്പാടെ ഒരു പനി കുടുംബമായിട്ട് മാറിയിരിക്കുകയാണ് ഈ കുടുംബം. അങ്ങനെ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീട്ടിൽ വന്ന് കയറുമ്പോൾ ഉള്ള അവസ്ഥ അറിയാമല്ലോ. എല്ലായിടവും മാറാലും അതും ഇതും എല്ലാം പിടിച്ച്, ഇവിടെ ആളുണ്ടെങ്കിലും ആൾക്കാർക്ക് വയ്യല്ലോ, അവർ പിന്നെ എങ്ങനെ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അവനും കൂടെ വയ്യാതിരിക്കുന്നതുകൊണ്ട് ആകെപ്പാട് ഒരു ഇതായിരുന്നു. ഒരുപാട് തുണികൾ, നമ്മൾ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നയാളെ നല്ല രീതിയിൽ നമുക്കിവിടെ കിടത്തിയില്ലെങ്കിൽ അവൻ വീണ്ടും അവിടെ തന്നെ പോകേണ്ട അവസ്ഥ വരില്ലേ. അപ്പോൾ പിന്നെ ഇന്ന് ഒതുക്കലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എൻ്റെ മുറി ഞാൻ കാണിച്ചു തരാം എങ്ങനെ, ഏത് അവസ്ഥയിലാണ്. 2 ദിവസമായി ഞങ്ങൾ വന്നിട്ട്. എന്നാലും കുറേശ്ശെ എനിക്കും ജലദോഷവും ദേഹത്ത് വേദന കാര്യങ്ങളും എല്ലാം ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേശ്ശെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ റൂം എന്നാ വൃത്തിയാക്കാമെന്ന് വെച്ചു. ഇതിപ്പോൾ വൃത്തിയാക്കിയിട്ടുള്ള ഇതിലിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ വീഡിയോസ് എടുത്ത് വെച്ചേക്കാമെന്ന് വെച്ചു. ഇത് നമുക്കിനി ഇതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടായാലും പിന്നെ നമുക്കിത് എഡിറ്റ് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. അതാണ് രാവിലെ കുളിച്ചൊരുങ്ങി ഞാൻ കുറി തൊട്ടിരിക്കാതിരുന്നത്. ഓക്കെ, ഇനി ആരും പറയില്ലേ രാവിലെ വേറൊരു പണിയില്ല, അല്ലെ കുളിച്ചില്ല, അങ്ങനെയില്ല, ഒരു മെനയില്ല, നിന്നിട്ട് നിൽക്കുന്നു എന്നൊന്നും പറഞ്ഞ് ആരും വരരുത്. നമ്മുടെ ഓരോ സാഹചര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു മേക്ക് ഓവർ വീഡിയോ. നമ്മൾക്ക് ഇവിടെ മണിക്കുട്ടന് വേറൊരു കട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ അവിടെ ആയിരുന്നു കിടത്തിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് സ്പേസ് ഒന്ന് മാറ്റാമെന്ന് വെച്ചു. അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് എടുത്താൽ എനിക്കൊരു ലോങ് വീഡിയോ ആയി എന്ന് ഓർത്തിട്ടാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആ സൈഡിൽ കാണുന്ന ബെല്ലും കൂടി ഒന്ന് അടിച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്.
ഇപ്പം എങ്ങനെയുണ്ട്? സൂപ്പറായല്ലേ? ഓരോന്നിൻ്റെ സ്ഥാനങ്ങളൊക്കെ മാറ്റിയപ്പോൾ അല്പം സ്പേസ് കിട്ടിയ പോലുണ്ട്. അവിടെ മണിക്കുട്ടിന് കിടക്കാൻ, ഇവിടെ ഞങ്ങൾക്ക് കിടക്കാൻ. പിന്നെ ഈ അലമാരി ഇത്തിരി തിരിച്ചപ്പോൾ തന്നെ അവിടെ അത്രയും സ്പേസ് കിട്ടി. ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഒരു ലൈറ്റാണ് കേട്ടോ. ലൈറ്റ് രാത്രിയിലൊക്കെ കത്തിച്ച് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ഒരു വെട്ടമായിരിക്കും. അതിന് ഞങ്ങൾ ഇങ്ങനെ കാണിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കുളി നനയിലോട്ട് പോകാമെന്ന് ഓർത്തു. എല്ലാം കുതിർത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഫാനൊക്കെ ദേ തുടച്ച് സൂപ്പറാക്കി, എല്ലായിടം തുടച്ച്. ആശുപത്രി കേസ് കെട്ട് വന്ന കാണണം ഇങ്ങനെയൊക്കെ അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആ സൈഡിൽ കാണുന്ന ബെല്ലും കൂടി ഒന്ന് അടിച്ചേക്കുക.